ട്രാവലിംഗ്. അപ്പോൾ ഞങ്ങൾ നമ്മുടെ റോമ ടെർമിനലിലേക്കുള്ള പാതയിലാണ്. റെയിൽ പാതയിലൂടെ നമ്മുടെ ട്രെയിനിൻ്റെ പുറകെ വരുന്നുണ്ട്. ഇവിടെ അനൗൺസ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കണം, അതുകൊണ്ട് കേൾക്കാനും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഫിറൻസയില, നമ്മുടെ ഫ്ലോറൻസിലെ റൂം വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ 3 ദിവസം സ്റ്റേ കഴിഞ്ഞ് ഞങ്ങൾ വെക്കേറ്റ് ചെയ്ത് തിരിച്ചല്ല റോമിലേക്ക് പോവാണ്ട്. റോമിലെ വത്തിക്കാൻ സിറ്റിയിലാണ് നമ്മുടെ അക്കോമഡേഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എല്ലാം നമ്മുടെ ഫാമിലി വ്ളോഗ്സ് ആണ്. അപ്പോൾ ട്രെയിൻ വന്ന് ഇതുണ്ടല്ലേ, ഇപ്പം നിൽക്കും ട്രെയിൻ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ട്രെയിനിൽ കയറിയിട്ട്. ഇത്രയും തണുപ്പ് റോമിൽ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എല്ലായിടത്തും തണുപ്പാണ് കംപ്ലീറ്റ്. ഇന്ന് നമ്മുടെ ഈ ഒരു ട്രിപ്പ് കംപ്ലീറ്റ് തണുപ്പായിരുന്നു, തണുപ്പ് രാജ്യങ്ങൾ മാത്രം. അപ്പോൾ ഫ്ലോറൻസിലും തണുപ്പ് കൂടുതലാണ് ഇവിടെ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ട്രെയിനോ എങ്ങനെയാണ് ഇവിടുത്തെ ട്രാൻസ്പോർട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മുടെ റൂമിലേക്ക് ചിലപ്പോൾ ടാക്സി ആയിരിക്കും, അല്ലെങ്കിൽ ട്രെയിൻ ആയിരിക്കും. ഇനി മെട്രോ എടുക്കണം. മെയിൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി, മെയിൻ ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഇനി മെട്രോയിൽ കയറിയിട്ട് വേണം നമുക്ക് നമ്മുടെ അക്കോമഡേഷനിലേക്ക് പോകാനുള്ള. നാൽപ്പത്തൊന്നാം സ്ഥലം. ഇനി ഇങ്ങനെ ഈ സ്ഥലങ്ങൾ നമ്മൾക്ക് കയറി മല കയറി പോകണോണ്ട് നമുക്ക് നമ്മുടെ അക്കോമഡേഷനിലേക്ക്. അതിൽ വേറെ വഴിയുണ്ട് എന്നാണ് പറഞ്ഞത്, പക്ഷേ നമ്മൾ വന്നത് റോങ് വേ ആയിരുന്നു. ടാക്സിക്കാരൻ കൊണ്ടുവന്ന് പണി തന്നു. ഇതുണ്ടല്ലേ, ഞങ്ങളിപ്പോൾ ഇത്ര നടന്ന് കയറി. ഇനി മേളിലേക്ക് നമുക്ക് ലഗേജ് എല്ലാം പിടിച്ചുകൊണ്ട് കയറണം. 45ാം സ്ഥലം. ഞങ്ങൾ ലഗേജ് നോക്കി കയറുന്നു. ഓക്കെ, ഇനിയും കുറച്ച് കൂടെ പോകാൻ. ഓക്കെ, 50ാം സ്ഥലം. അപ്പോൾ ഈ കാണുന്ന സ്റ്റെപ്സ് മൊത്തം ഞങ്ങൾ പൊക്കി കയറ്റി. എൻ്റെ പിന്നെ ഭാഗ്യത്തിന് ഇങ്ങോട്ട് കയറേണ്ടി വന്നില്ല. ഇവരുടെ വീട് ഇവിടെ ഇരിപ്പിടം വരെ നടന്നാൽ മതിയായിരുന്നു ഇവിടെ വീട്ടിലേക്ക്. അപ്പം ഞങ്ങളുടെ 18ാം പടിയൊക്കെ കയറി ഞങ്ങൾ ലഗേജ് കൊണ്ട് വെച്ചു. അത് മാത്രം ഇത്തിരി ഒരു ചടങ്ങായി പോയിട്ടോ. ലഗേജ് എല്ലാം ചുമന്ന് മേളിക്കൊണ്ട് പോകാൻ വേറെ വഴിയൊന്നുമില്ല, ആ ഒരു വഴി മാത്രമേ ഉള്ളൂ ആ വീട്ടിലേക്ക്. അപ്പോൾ ഡ്രൈവർ പറഞ്ഞത് ഞാൻ വന്നത് റോങ് വഴിയാണ്, പക്ഷെ നിങ്ങൾക്ക് അപ്പുറത്തെ വഴി പോകാമെന്നോ. പക്ഷെ അങ്ങനെയല്ല, സംഭവം ആകെ ഒരു വഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഒരു ചെറിയൊരു ട്രോഫി ഉണ്ട്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ നേരെ ഒരു 2 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നേരെ സൂപ്പർ മാർക്കറ്റിലാണ്. ഇതേ തന്നെ നേരെ പുറകിൽ തന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ വാങ്ങിക്കണ പോലെ എന്താണെന്ന് വെച്ചാൽ അരിയോ പച്ചക്കറിയോ എല്ലാം വാങ്ങിച്ചാൽ എല്ലാം കുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിനുള്ളൊരു പോക്കാണ് പോകുന്നത്. പിന്നെ ഈവനിങ്ങിൽ നമ്മൾ പതിയെ ഈ റോം നഗരം ഒന്ന് ചുറ്റിക്കാണാൻ വേണ്ടി ഇറങ്ങും. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടികൾ. ഒരുപാട് ചെറിയ ചെറിയ കടകൾ കാണാം. ഇതൊരു മെയിൻ റോഡാണ് കേട്ടോ. മെയിൻ റോഡ് തന്നെയാണ് ഈ കാണുന്നത്. പക്ഷെ വണ്ടികൾ അവിടെ ഇവിടെയൊക്കെ പാർക്ക് ചെയ്തതുകൊണ്ട് നമുക്കത് ഒരു ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് തോന്നുന്നുണ്ട്. കണ്ടില്ലേ, ഞാൻ ആ റോഡിലേക്ക് ഇറങ്ങി കാണിച്ചു തരാം. ഇവിടെ 1 വേ ആണ് ഈ സൈഡ്. ഇവിടെ നിന്ന് അവിടെ ഇങ്ങോട്ട് മാത്രം. പിന്നെ അപ്പുറത്തെ 1 വേ. രണ്ടും 1 വേ ആണ്. റോഡ് സൈഡിൽ പാർക്കിങ്ങിൻ്റെ ഫീസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. €1. കണ്ടില്ലേ, ഭയങ്കര തിരക്കുള്ള സിറ്റിയാണ് ഈ വത്തിക്കാൻ. ഇതിന് ഈ ടൈം ആയതുകൊണ്ടാണെന്ന് അറിയില്ല. ഇപ്പോൾ സമയം വൈകിട്ട് 4. ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെ എറണാകുളത്തെ ഒരു സിറ്റുവേഷനൊക്കെ തന്നെ ആയിരിക്കും. ജോലി കഴിഞ്ഞ് വരുന്ന ആളുകളും പിന്നെ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികളുടെ ആ തിരക്കും അതുകൊണ്ടായിരിക്കാം മിക്കവാറും. നമ്മൾ നടന്ന് ഒരു അടിപൊളി ജംഗ്ഷനിലെത്തിയിട്ടുണ്ട്. At the roundabout, turn left, then in 90 meters, arrive at your destination. GPS ഇട്ടിട്ടുണ്ടായിരുന്നു സൂപ്പർ മാർക്കറ്റിൻ്റെ. അപ്പോൾ അത് നമ്മൾ ഇത്തിരി അങ്ങനെ നീങ്ങി കഴിയുമ്പോൾ എത്തും എന്നാണ് പറഞ്ഞത്. KFC ഒക്കെ ഉണ്ട് ഇവിടെ. ഇയാൾക്ക് KFC കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ In 90 meters, arrive at Carrefour. ഓക്കെ, കെയർഫോർ എന്നാണ് ഉദ്ദേശിക്കണമെന്ന് അറിയില്ല. ഒരു സൂപ്പർ മാർക്കറ്റ് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു പോവാം. നമ്മൾ കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കന് നമ്മുടെ ഗബ്രിയേൽ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്.
സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നൈസായിട്ട് വറക്കാം. പിന്നെ ഒരു മുളക് പൊടിയൊന്നും ഇല്ല ഇവിടെ, അപ്പോൾ ജസ്റ്റ് ഒരു പാപ്രിക്ക വാങ്ങിച്ചിട്ടുണ്ട്. പാപ്രിക്ക പിന്നെ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നമുക്കൊന്ന് സെറ്റാക്കാൻ പറ്റും നോക്കാം. കുറച്ച് ഇറ്റാലിയൻ വെജീസ് കാണിച്ചു തരട്ടാ. ലൂക്ക കാണിച്ചു. ഇത് എന്താണ് സംഭവം എന്ന് പറയാൻ പാടില്ല, ഒരു വെജിറ്റബിൾ ആണെന്നാണ്. അതായത് താമര പോലെ ഇരിക്കുന്ന ഒരു വെജിറ്റബിൾ. പിന്നെ ഇത് നമ്മൾ അവിടെ വെച്ച് കണ്ട മറ്റേ സാധനം, അതിൻ്റെ പേരെന്തായിരുന്നു? റൊമാനിസ്ക എന്ന് പറഞ്ഞ സാധനം. ലെറ്റ്യൂസ് പോലെ തന്നെ അത് ലെറ്റ്യൂസിൻ്റെ ഒരു ഇതിനകത്തോട്ടാണ്. ഇതും ഹാർട്ടോപ്പ. ഇത് ഐസ്ബർഗ് ലെറ്റ്യൂസിൻ്റെ തന്നെ വേറെ എന്തോ സംഭവം. എല്ലാം ലെറ്റ്യൂസാണ്. പിന്നെയുള്ള നമ്മുടെ ബ്രോക്കലി കാര്യങ്ങളൊക്കെ നാട്ടിലുള്ള ഓണിയൻസ്. ഇത് വലിയ ഓണിയനാണ്. ഇത് എന്താണ്? ഇത് സെല്ലറിയാ. എന്തൊക്കെയാണെന്നാവോ അറിയാവുന്നവർക്കൊന്ന് പറഞ്ഞു തന്നെ. പിന്നെ ഇത് കണ്ടില്ലേ നമ്മുടെ ബെൽ പെപ്പേഴ്സിന്റെ ഒക്കെ സൈസ് കണ്ടാ? ഭയങ്കര സൈസ് കണ്ടാ? നിസ്സാര സാധനമൊന്നുമല്ല ബെൽ പെപ്പർ, ക്യാപ്സിക്കം. അതെ, ഞങ്ങൾ ഇന്ന് രാത്രി കുക്ക് ചെയ്ത് കഴിക്കാന്ന് വിചാരിച്ചു. എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മളെല്ലാം കുക്ക് ചെയ്ത് തന്നെയാണ് കഴിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ചിലവ് കുറവൊന്നുമില്ല. ചിലവ് അതിൽ കൂടുതലാണ്. ചിലവിൻ്റെ ആരും നോക്കുന്നില്ല അല്ലേ? ചിലവൊന്നും നോക്കുന്നില്ല. എവിടെ തൊട്ടാലും ചിലവാണ്. അപ്പോൾ അതുകൊണ്ട് ഒഴിച്ചിരിക്കുന്ന മരങ്ങൾ കാണാം. റോഡിൽ പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന ഒരുപാട് കാറുകൾ കാണാം. വേറെ ഒന്നും കാണാനില്ല. പിന്നെ കവർ പിടിച്ച് മുമ്പേ പോണ ഞങ്ങളുടെ മമ്മേനെ കാണാം. ഞങ്ങൾ നല്ല ഇന്ത്യൻ സ്റ്റൈല് ഉരുളക്കിഴങ്ങ് കറിയും അതിൻ്റെ കൂടെ തക്കാളിയൊക്കെ ഇട്ടിട്ടൊരു അടിപൊളി കറി വെക്കാൻ പോകണ്ട. പിന്നെ ചിക്കൻ കറി ഉണ്ട്. പിന്നെ ആ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോണേ ഞങ്ങൾ. പിന്നെ അതുകൂടാതെ നമ്മുടെ ചോറില്ലാതെ നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അരി കഴുകി ഞാൻ ഇപ്പോൾ ചോറ് വെക്കാനുള്ള പരിപാടി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇറ്റലിയിൽ വന്നിട്ട് ഇവിടുത്തെ ഒരു ലോക്കൽ ബ്രൂ ആയിട്ടുള്ളൊരു ബിയർ അടിക്കാണ്ട് നമ്മൾ ഇച്നൂസ. ഈ സാധനത്തിൻ്റെ കുപ്പിയുടെ ഷേപ്പ് ഇടാം, മരുന്ന് കുപ്പി. ഇതെന്താ കാര്യം എന്ന് പറയും ഇങ്ങനെ വരാനുള്ള? ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ആൽക്കഹോൾ നിരോധിച്ച ആ കാലഘട്ടങ്ങളിൽ, പണ്ട് കുറച്ച് നാൾ ഇറ്റലിയിലും പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ആൽക്കഹോൾ നിരോധിച്ചായിരുന്നു. അപ്പോൾ അവർ ആൽക്കഹോളിൻ്റെ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ നടത്തിക്കൊണ്ടിരുന്ന ഇതുപോലത്തെ കുപ്പികളിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് അവരിപ്പോഴും അതുപോലെ തന്നെ അത് ഫോളോ ചെയ്യണേണ്ട. ലേഹ്യം അത് കണ്ടു കഴിഞ്ഞാൽ മരുന്ന് കുപ്പിയാണെന്നല്ല തോന്നുള്ളൂ. നമ്മുടെ കറികൾ ഇങ്ങനെ ഓരോന്നായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ചോറ് തിളച്ചു. ചിക്കൻ നൈസായിട്ട് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് അങ്ങനെ കയറ്റി വെച്ചേക്കാം. മുളക് പപ്രിക്ക മേടിച്ചിട്ടുണ്ട്. പപ്രിക്ക മുളക് പൊടിയൊന്നും പറയാൻ പറ്റില്ല, പെപ്പർച്ചീനോ. അപ്പൊ അതൊക്കെ ഇട്ടിട്ടുള്ള പരിപാടി കണ്ട. എവിടെയാണ്? സ്ഥലങ്ങളിങ്ങനെ മാറിക്കൊണ്ടിരിക്കണോട്ടെ. മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ജിനോദർ ട്രാവലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ നമ്മുടെ വത്തിക്കാൻ സിറ്റി റോമിൽ വത്തിക്കാൻ സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക, പിന്നെ പാൻതിയോൺ, ആ ബിൽഡിങ്ങിൽ എന്നിട്ട് തൂണുകളൊക്കെ ഉള്ളൊരു ബിൽഡിംഗ് ഉണ്ട്. റെഡങ്കർ ബിൽഡിംഗ് ആണ് അത്. അതൊക്കെ ചെന്നിട്ട് കാണിച്ചു തരാം. അതിൻ്റെ ഇമേജസ് ഒക്കെ നമ്മൾ പല സോഷ്യൽ മീഡിയയിലും നമ്മൾ പഠിച്ചിട്ടൊക്കെ ഉണ്ട്, ബുക്കിലൊക്കെ. അപ്പോൾ പിന്നെയുള്ളത് എവിടെയാണ്? കൊളോസിയം. അപ്പോൾ കൊളോസിയം നമുക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല, ഒന്നും മിസ് ചെയ്യാൻ പാടില്ല. പിന്നെയുള്ളത് ട്രെവി ഫൗണ്ടെയിൻ. അത് വൺ ഓഫ് ദ ബെസ്റ്റ് ഹൈലൈറ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് കാണണം. അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട്. നമ്മളൊരു പള്ളിയുടെ ബാക്ക് സൈഡിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ആ പള്ളി. ബിവി മരിയ ഗ്രാത്യാം മാത്രി ആറ്റ്. അത്രയും വായിക്കാൻ പറ്റുള്ളൂ. ബാക്കി എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്കൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിത് ഈ സാധനം എടുക്കാറുണ്ടാ. എല്ലാ മുക്കും മൂലയിലും ഓരോന്നിരിപ്പുണ്ട്. ഓരോന്നല്ല, ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. സിമ്പിൾ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ കാർഡ് വഴി പേയ്മെൻറ്റ് നടത്തിയാൽ മതി. ഇത് മ്യൂസിയമാണ്, മൗസി വത്തിക്കാനി. MVSEI മൗസി വത്തിക്കാനി. അപ്പം നമുക്ക് ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ബസിലിക്കയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോവാം. അതിൻ്റെ ആയിരുന്നു ഈ കോട്ട മതിൽ. അപ്പോൾ നമ്മൾ മ്യൂസിയത്തിൻ്റെ അകത്ത് കയറിയിട്ടാണ്. ഇതുണ്ടല്ലേ, ഒരു ഗ്രൂപ്പായിട്ട് വന്നിട്ട് അവർ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ടല്ലേ.
ഈ പെണ്ണിൻ്റെ അടുത്തൊരു മൈക്കും ഒരു ഇതുകൊണ്ട്, പിന്നെ ബാക്കിയുള്ള എല്ലാവരുടെയും ഇൻഫർമേഷൻസ് കേൾക്കാൻ വേണ്ടി ഇയർഫോൺസ് ഹെഡ്ഫോൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒച്ചയെടുത്ത് സംസാരിക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ അതേ മാപ്പ് കിട്ടിയാണ് നമുക്ക് ഈ ഒരു മ്യൂസിയത്തിൻ്റെ. ഇവിടെ കയറിയില്ലെങ്കിൽ വളരെ നഷ്ടമായി പോകാൻ കേട്ടോ. ഇത് സെൻറ്റ് പീറ്റർ അഥവാ നമ്മുടെ വിശുദ്ധ പത്രോസിൻ്റെ ആ ബോട്ടാണ്, ആ റിയൽ പത്രോസ് ഉപയോഗിച്ചിരുന്ന ആ ബോട്ടാണ് ഈ കാണുന്നത്. എന്തോ ഒരു ഭാഗ്യമുണ്ട് നമുക്ക്. ആ ഒരു ഭാഗ്യം കൊണ്ടാണ് നമ്മൾ ഈ വഴി തിരിച്ചു വരാൻ തോന്നിയത്. അങ്ങനെ സെൻറ്റ് പീറ്ററിൻ്റെ ബോട്ട് കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് മുമ്പോട്ട് പോവാം. ഹിസ്റ്ററി ഒളിഞ്ഞു കിടക്കുന്ന സാധനങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നു. സെൻറ്റ് പീറ്റർ ബോട്ട് നമ്മളിപ്പോൾ കണ്ടു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്.